ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ ഫീസില്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്, നേരം പോയാൽ പിന്നെ ആപത്താണ്. ഡോക്ടർ സാറേ, പൊന്നു ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ ഫീസില്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്, നേരം പോയാൽ പിന്നെ ആപത്താണ്. പെണ്ണിനേറെ കോപം എന്തടി ഡോക്ടർ സാറേ. ആണിനേക്കാൾ പെണ്ണിനേറെ കോപം എന്തടി ഡോക്ടർ സാറേ. അത് രക്തത്തിൻ്റെതോ, അത് പിത്തത്തിൻ്റെതോ, അത് വാദത്തിൻ്റെതോ. അത് രക്തത്തിൻ്റെതോ, അത് പിത്തത്തിൻ്റെതോ, അത് വാദത്തിൻ്റെതോ, പിടിവാദത്തിൻ്റെതോ. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ ഫീസില്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്, നേരം പോയാൽ പിന്നെ ആപത്താണ്. മാഷാ അല്ലാഹ്. നമ്മുടെ ഈ കുടുംബ സംഗമത്തിലെ പ്രധാന സെഷൻ അതിലൊന്നാണ് നമുക്ക് നല്ലൊരു ഉമ്മയാവാം, നമുക്ക് നല്ലൊരു ബാപ്പയാകാം എന്നുള്ളത്. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു സെഷനാണ്. ഈ 40 മിനിറ്റ് നമുക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് കുട്ടികളെല്ലാവരും സൈലൻ്റായിട്ടിരുന്നിട്ട് നമ്മുടെ ഉമ്മമാർക്ക് ഇത് കേൾക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എൻ്റെ ഉപ്പ പെട്ടിക്കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും ഞാൻ പെട്ടിക്കച്ചവടക്കാരനെ ആയി മാറുന്നു. സോഡ വെക്കുന്ന അല്ലെങ്കിൽ മിഠായി വെക്കുന്ന ഒരാളായി മാറേണ്ട ഒരാൾ. ഉമ്മ എന്നെ കൊയ്ത്തുപാടത്തുനിന്ന് അല്ലെങ്കിൽ കറ്റ മെതിച്ച് പാതിരാ സമയത്ത് ലക്ഷം വീട്ടിൽ ഒരു ഉസ്താദിൻ്റെ വയൽ കേട്ടിട്ട് വാടാനപ്പള്ളി മദാറിൽ കൊണ്ടുവന്നാക്കുന്നു. അങ്ങനെ ഞാനൊരു ഉസ്താദായി മാറി. മീൻ കച്ചവടം ചെയ്യുന്ന ആളുകൾ അവരുടെ മക്കളും മീൻ കച്ചവടക്കാരായി മാറാണ്. ഇറച്ചി ബിസിനസ്സുകാർ അങ്ങനെയായി മാറുന്നു. ആരും ഒരു ഡോക്ടറാകാൻ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാവാൻ അല്ലെങ്കിൽ വലിയ ഒരു പ്രൊഫഷണൽ തലത്തിലേക്ക് ഉയരാൻ നമുക്കത് നമ്മളെ മക്കളെ പറഞ്ഞു വിടാൻ, അതിലേക്ക് തള്ളിവിടാൻ കഴിയുന്നില്ല. അതിലേക്കുള്ളൊരു ചെറിയ ചിന്തക്ക് തിരികൊളുത്തുകയാണ് നമ്മളിവിടെ. ITC ചെയർമാനും ഒട്ടനവധി ഫാമിലി കൗൺസിൽ നടത്തുന്ന ഒരാളുമായ, അതുപോലെ അധ്യാപകർക്കുള്ള പരിശീലനം കൊടുക്കുന്ന മദ്രസ മാനേജ്മെൻറ്റ് അവിടുത്തെ അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന അബ്ദുൽ ലത്തീഫ് നിസാമി അവരുകളാണ് നമ്മോട് ഇനി സംവദിക്കുന്നത്. അദ്ദേഹത്തെ പുതിയ വീട്ട് തറവാട്ട് സംഗമത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷന് വേണ്ടി. ഹലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ, അമ്മാ ബഅദ്. Are you happy? Are you happy? പുതിയ വീട്ടിൽ തറവാട്ട് മുറ്റത്ത് ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ, കുടുംബബന്ധത്തിൻ്റെ മഹത്വവും മഹാത്മ്യവും വിസ്മരിച്ചു പോകുന്ന ഇക്കാലത്ത് വലിയ ചിന്ത രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സന്തോഷ പ്രകടനങ്ങൾ നടക്കുകയാണ്.
ചെറിയ കുട്ടികളൊക്കെ ബഹളം ഉണ്ടാക്കും, നിങ്ങൾ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. തൽക്കാലം ഒന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും ഇവിടെ ഇല്ലേ? ഞാൻ എല്ലാവരും ഇവിടെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യട്ടെ. ആർ യു റെഡി? എല്ലാവരും ഒന്ന് എഴുന്നേറ്റിക്കോ. എല്ലാവരും നല്ല ശ്രദ്ധ ഉള്ള ആൾക്കാരാണെന്ന് എനിക്ക് അറിയാം. എന്നാലും നിങ്ങൾക്ക് എത്രമാത്രം ശ്രദ്ധ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ 1 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം കൈയടിക്കണം. ഓക്കെ? 2 എന്ന് പറയുമ്പോൾ കൈയടിക്കാൻ പാടില്ല. നമുക്ക് ക്ലിയർ ആയില്ലേ? ഓക്കെ. 3 എന്ന് പറയുമ്പോൾ 1 വട്ടം കൈയടിക്കണം. ഞാൻ ഒന്നുകൂടിയും പറയാം. 1 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം, 2 എന്ന് പറയുമ്പോൾ അടിക്കാൻ പാടില്ല, 3 എന്ന് പറയുമ്പോൾ ഓൺലി 1 ക്ലാപ്പ്. ആർ യു റെഡി? ഞാൻ അടിക്കണ്ടോ ഇല്ലയെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ഒന്നുകൂടിയും പറയാം നിങ്ങൾക്ക് വേണ്ടി, പുതിയ വീട്ടുകാർക്ക് വേണ്ടി ഒന്നുകൂടിയും ഞാൻ ആവർത്തിക്കുന്നു. 1 എന്ന് പറയുമ്പോൾ 2 ക്ലാപ്പ്, 2 എന്ന് പറയുമ്പോൾ നോ ക്ലാപ്പ്, 3 എന്ന് പറയുമ്പോൾ ഓൺലി 1 ക്ലാപ്പ്. റെഡിയല്ലേ? നിങ്ങൾ റെഡിയല്ലേ? എന്നാ തുടങ്ങാ. 2. അന്ന് നിങ്ങൾ എല്ലാവരും ഇരുന്നോളെ. ദിസ് ഈസ് മൈൻഡ് ചീറ്റിംഗ്. അതായത് നമ്മെ കബളിപ്പിക്കാൻ ആർക്കും വളരെ എളുപ്പമാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അള്ളാഹു ബർക്കത്ത് ഏറ്റി തരട്ടെ. അപ്പോൾ കുറഞ്ഞ തലമുറകൾക്കപ്പുറം ഒരു ഉപ്പയും ഒരു ഉമ്മയും സംഗമിച്ചപ്പോൾ ഒരു വലിയ തറവാട് രൂപപ്പെട്ടു. ആ പുതിയ വീട്ടിൽ തറവാട്ടിലെ തിരുശേഷിപ്പികളാണ് ഈ കാണുന്നതൊക്കെ. നമ്മുടെ മക്കളിപ്പോൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കുട്ടികൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടികൾ വളരും, അവർ വളർന്ന് വലുതാകും. അവർ വളർന്ന് വലുതായി ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അവർ ഇടപെടും. ഇറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ, നമ്മുടെ മക്കൾ വളർന്ന് വലുതായി വിവിധ മേഖലകളിൽ വിരാജിക്കുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഒരാലോചന, ഒരു ചെറിയ ആലോചന. ഞാനിപ്പോൾ വരുമ്പോൾ എനിക്കൊരു കോള് വന്നു. ആ കോള് പെരുമ്പിലാവ് ഭാഗത്തു നിന്നാണ് കോള് വന്നത്. ഷംസുക്ക എന്ന് പറയുന്ന വ്യക്തിയാണ് എനിക്ക് വിളിച്ചത്. നിങ്ങളുടെ കേച്ചേരി ഭാഗത്ത് ഈ പ്രായപ്പെട്ട ആളുകളെ നോക്കുന്ന, കെയർ ചെയ്യുന്നൊരു സ്ഥാപനമില്ലേ? ആ ഉണ്ട്, അവിടേക്ക് ഒരാളെ അഡ്മിറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. എന്താണ് അവിടുത്തെ കാര്യങ്ങളെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പ്രായമുള്ള ആൾക്കാരെയും സുഖമില്ലാത്ത ആളുകളൊക്കെ അവിടെ എടുക്കും. ഞാൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എന്ത് ചെയ്യാം, ഞാൻ അവിടുത്തെ ബഷീർ അഷ്റഫ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളെ നമ്പർ ഞാൻ തരാം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അതായത് ചെറിയ മക്കളാവുന്ന കാലത്ത് ഉപ്പ മരിച്ചാൽ ആ കുട്ടിയെക്കുറിച്ച് നമ്മൾ പറയാം യത്തീം എന്നാണ്. യത്തീം മക്കൾക്ക് താമസിക്കാനും പഠിക്കാനൊക്കെ നമ്മുടെ നാടുകളിൽ സുലഭമായി യത്തീംഖാനകൾ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, അതുപോലെ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു മേഖലയാണ് പ്രായമുള്ള ആളുകളെ താമസിച്ച് വളർത്താനും നോക്കാനുമുള്ള ചില ഇടങ്ങൾ, ചില കേന്ദ്രങ്ങൾ, വൃദ്ധസദനങ്ങൾ. എന്തോ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി ആ മേഖലയിൽ വളരെ കുറവാണ്. പക്ഷേ പുതിയ കാലത്തെ നമ്മുടെ സാഹചര്യങ്ങളും സംസ്കാരങ്ങളും മുസ്ലിം കമ്മ്യൂണിറ്റിയെ പോലും ഇപ്പോൾ അത്തരം ചിന്തകളിലേക്ക് കൊണ്ടുപോകുകയാണ്. ഇവിടെയാണ് ഇത്തരം തറവാട് സംഗമങ്ങളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക്, പുതിയ തലമുറക്ക് കൃത്യമായി കുടുംബ ബന്ധത്തിൻ്റെ മഹത്വം നമ്മൾ പകർന്നു കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ഞാൻ ചില വിഷയങ്ങളിലേക്ക് മാത്രം സൂചന തന്നു പോകാൻ എനിക്ക് സമയമുള്ളൂ. കേവലം 40 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ കൂട്ടത്തിലെ പലരും മക്കളെ പഠിച്ചിട്ടില്ല. മക്കൾ എന്താണ്, അവരുടെ മാനസിക അവസ്ഥ എന്താണ്,
അവരുടെ കപ്പാസിറ്റി എന്താണ്, അവളുടെ അല്ലെങ്കിൽ അവൻ്റെ മനോവിഷമം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പുതിയ തലമുറയിലെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാനൊരു കൗൺസിലറാണ്, 12 വർഷമായിട്ട് കൗൺസിലിംഗ് രംഗത്തുള്ള ആളാണ്, ഹിപ്നോട്ടിസം ചെയ്യുന്ന ആളാണ്, പിന്നെ മെൻ്റലിസം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, അതുപോലുള്ള എല്ലാ അത്തരം ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട മേഖലയിലൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഐ ഹാവ് മോർ എക്സ്പീരിയൻസ്. ഞാൻ പറയുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ, മക്കൾ നമ്മൾ പറഞ്ഞതനുസരിക്കണം. മക്കൾ എന്തിനാ പഠിപ്പിക്കുന്നത്, മക്കൾക്ക് എന്തിനാ ഭക്ഷണം കൊടുക്കുന്നത്, മക്കൾക്ക് എന്തിനാ ഫീസ് അടയ്ക്കുന്നത്, ഉയർന്ന കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ചോദ്യമാണ്. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്, അത് സുഖമുള്ള ചോദ്യമല്ല. ഈ കൂട്ടത്തിലെ എത്ര രക്ഷിതാക്കളാണ് എൻ്റെ മക്കളും വളർന്നു വലുതായി കഴിഞ്ഞാൽ അവർ ഞങ്ങളെ നല്ലപോലെ നോക്കും എന്ന് പ്രതീക്ഷയുള്ള എത്ര ആൾക്കാരുണ്ട്? എല്ലാവരും പ്രതീക്ഷയുള്ള ആൾക്കാരാണ്. എല്ലാവരും ഒന്ന് കൈപ്പൊക്കിക്കേ, എല്ലാവരും കൈപ്പൊക്കിക്കോളി. പൊക്കാൻ പ്രയാസം ഉണ്ടെങ്കിലും പ്രതീക്ഷ വിടരുത്. ലാ തഖനതു മിർ റഹ്മത്തില്ല എന്നാണ്. പ്രതീക്ഷ വിടരുത്, പക്ഷേ അമിതമായ പ്രതീക്ഷ വേണ്ടതില്ല. ഇപ്പോഴേ വിസ റെഡിയാണ്, വിവാഹത്തിന് മുമ്പേ വിസ റെഡിയാണ്. എന്തിന്? അവളെയും കൊണ്ട് പറക്കാൻ 20 വയസ്സ് വരെ, 21 വയസ്സ് വരെ, അല്ലെങ്കിൽ 25